ധർമ്മപുത്ര, ഇങ്ങനത്തെ ഒരു ഊളപ്പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ധാരട്ടത് നാട്ടുകാരോ? ആ, അതായത് എന്റെ വീടിന്റെ അടുത്ത് ധർമ്മൻ എന്ന് പറഞ്ഞൊരു നാടകക്കാരൻ ഉണ്ടായിരുന്നു സാറേ. അപ്പൊ ഈ നാടകത്തിന്റെ റിഹേഴ്സലൊക്കെ വീട്ടിലായിരുന്നു. അങ്ങനെ ആ ധർമ്മന്റെ റിഹേഴ്സൽ ഉണ്ടായ മോനാണ് ഞാൻ. അങ്ങനെ നാട്ടുകാരൊക്കെ ധർമ്മന്റെ മോൻ എന്ന് പറഞ്ഞ് ധർമ്മപുത്രനായി. ചാകാൻ നേരത്തെ എന്റെ അമ്മയും വിളിച്ചു. പിന്നെ എന്റെ പേരിനെ മൈൻഡ് ചെയ്തില്ല. ഇപ്പൊ തന്നെ സാറിന്റെ പേര് ചാക്കോച്ചിന്നല്ലേ, എന്തൊരലമ്പ് പേരാ. പക്ഷെ ഇതേപോലത്തെ കോട്ടൊക്കെ ഉണ്ടെങ്കിൽ, കുറച്ച് കാശൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. മുതലാളിനെ പോലത്തെ ഒരു മുതലാളിനെ ഞാൻ വേറൊരു സ്ഥലത്തും കണ്ടിട്ടില്ല. മുതലാളി ഇവിടെ ഒരു മുതലാളി ഉണ്ട്, പേരും ചെറ്റയാ. ഇന്ന് വരെ ഒരു തുള്ളി പോലും തന്നിട്ടില്ല. കൂടെ അയ്യോ സാറങ്ങനെ സോൾട്ടാൻ പേപ്പറിലെ ബാബുരാജനെ വിളിക്കുന്ന പോലെ വിളിച്ചാൽ എനിക്കങ്ങനെ വരാൻ പറ്റില്ല. എനിക്ക് ചില ലക്ഷ്യമൊക്കെ ഉണ്ട്. എന്ത് ലക്ഷ്യം? 6 മാസത്തിനകം ഞാനും മുതലാളിനെ പോലെ വലിയൊരു മുതലാളിയാവും. ആന മുതലാളി. എങ്ങനെ? ഇവിടത്തെ ഇളയ പെണ്ണില്ലേ റോസി, അവളൊന്ന് വീണാൽ ആരോടും പറയരുതട്ടാ, ഞാനവളെ വളച്ചോണ്ടിരിക്കുക. വളച്ചോ, പക്ഷേ ഒടിക്കരുത്. മൂത്തവള ആനപ്പാപ്പാന്റെ കൂടെ ചാടിപ്പോയ പോലെ ഇളയവളെ ഈ പാപ്പാനും ചാടിക്കും. പൂത്ത കാശല്ല അവളുടെ പേര് ബാങ്കിൽ കിടക്കണത്. റോസിയെ കെട്ടിക്കാൻ 500 പവനാ എടുത്തലമാരിക്കത്ത് വെച്ചിരുന്നു. 500 പവനേ ഉള്ളൂ? ഏതലമാരിയില്? ആ ചെറ്റ മുതലാളുടെ അലമാരിയില്. സാറേ, റോസിയെ കെട്ടണവൻ ഭാഗ്യവാനല്ലേ? എന്റെ ഭാഗ്യം. അയ്യോ ദേവന്റെ വിശ്വാസി. നിനക്ക് എന്താ ഇവിടെ കാര്യം? ഞാൻ സാറിനൊരു കമ്പനി ഇറങ്ങി പോടാ. ഒഴിച്ചു പോയി ചീത്തയിൽ പോകുന്നുണ്ടാ. സാറേ ഗുഡ് നൈറ്റ്. കണ്ട പാപ്പാനൊക്കെ മുറിയിൽ വിളിച്ചിരുത്തിട്ടാ മദ്യപിക്കുന്നല്ലേ? സാറേ അങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത്. സാറും കുറെ ആള് പാപ്പാനായിരുന്നല്ലോ. ഒരാന ജസ്റ്റ് ഒന്ന് കുത്തിക്കൊന്നു വെച്ചേക്ക് സാറിന് എങ്ങനെ പറയാൻ പറ്റുമായിരുന്നു? ഒരൊറ്റ ചവിട്ടിയെന്നുണ്ടെങ്കിൽ നീ ആരോട് ചോദിച്ചിട്ടാ തൊപ്പി എടുത്ത് തലേ കമത്തിയത്? അല്ല, തൊപ്പിയോടെ ഫ്രീ ആയിരിക്കണ കണ്ടപ്പോ ജസ്റ്റ്. അപ്പൊ ഈ കുപ്പിയോ? അത് താഴെ തലമാരി. അത് അവിടെ നിന്ന് മോഷ്ടിച്ചല്ലേ? മോഷ്ടിച്ചല്ല, പിന്നെ ജസ്റ്റ് എടുത്തു, അത്രേ. സത്യം പറടാ, അമ്മച്ചിയുടെ 10 പവന്റെ മാല മോഷ്ടിച്ചതാരാ? എനിക്കറിയില്ല. ഇവിടെ പോലീസുകാരന്റെ വീട്ടിൽ വന്നിട്ട് അവിടെ നിന്ന് മോഷ്ടിക്കുന്നല്ലേ? സത്യം പറഞ്ഞിട്ടില്ലെങ്കിൽ നാളെ തന്നെ നിന്റെ പരോള് ക്യാൻസൽ ചെയ്ത് ഞാൻ ജയിലിലേക്ക്. സത്യം പറയട്ടെ, പറ. മോഷ്ടിച്ചല്ല, പിന്നെ ജസ്റ്റ് എടുത്തു. എന്നിട്ട് മാല എവിടെ? സാറിന്റെ പെട്ടിയിൽ. എന്റെ പെട്ടിയിലോ? അല്ല, സൂക്ഷിക്കാൻ ഇതിലും സുരക്ഷയായിട്ട് സ്ഥലം വേറെ കണ്ടില്ല. എന്റെ ദൈവമേ. സാറേ ഒരു മിനിറ്റ്, ഇനി ഒന്നും വിളിച്ചു വെച്ചിട്ട് കാര്യമില്ല. 7500 രൂപ. ഇതെവിടെ നിന്ന് കിട്ടി? ഇത് മാല വെക്കാൻ വേണ്ടി പെട്ടി കിടന്നപ്പോ ജസ്റ്റ് എടുത്തു എന്നേ ഉള്ളൂ. നീ ഒരു ആന കള്ളനാണല്ലോടാ. കള്ളനാണെങ്കിൽ ഞാൻ കള്ളം പറയില്ല സാർ. ഓക്കെ. അതെന്തുവാ നിങ്ങളുടെ കയ്യില്? ഒന്നുമില്ല. ഈ കയ്യില് അവിടെ ഒന്നുമില്ല. നോക്കട്ടെ മനുഷ്യ. കർത്താവേ, ദേ അമ്മച്ചിയുടെ മാല. ഇത് നിങ്ങൾ മോഷ്ടിച്ചാണോ? അയ്യോ അല്ലല്ല, ഞാനിത് അവിടെ കിടക്കുന്ന കണ്ടപ്പോ നിന്റെ മാലയാണെന്ന് എഴുതി എടുത്തതാ. അതങ്ങ് അമ്മച്ചിയോട് പറഞ്ഞാൽ മതി. അമ്മച്ചിയോട് പറഞ്ഞ അമ്മച്ചി വിശ്വസിക്കത്തില്ലെന്നേ. ഞാൻ പറഞ്ഞോളാം. നീ അധികം കൊണ്ടുവന്നേ. അതിന് വേറൊരു വഴിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. നീ വാ. ഇതെന്തോ മനുഷ്യ ഓത്തുപോലെ കിടന്ന് ഉറങ്ങുക. ഈശോ ഇങ്ങ് വന്നേ. എന്താ അവിടെ കിടന്ന് തിളങ്ങുന്നത്? ഇതെന്താ ഏജന്റാ തോന്നുന്നുണ്ട്. നല്ല വിഷമുള്ള എന്തോ സാധന. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ സ്പോട്ട് തീരും. അടുത്ത് നോക്ക്. നല്ല തിളക്കുണ്ട്. സ്വർണ്ണച്ചാരിയാ തോന്നുന്നു. കടിക്കാം. ഇത് കൊച്ചമ്മേന്റെ മാലല്ലേ? കൊച്ചമ്മേന്റെ മാല കിട്ടി. കൊച്ചമ്മേന്റെ മാല കിട്ടി. അമ്മച്ചിയുടെ മാല കിട്ടി. ഇത് എവിടെ കിടന്ന് കിട്ടി? ഇവിടെ കിടന്ന് കിട്ടി. ഇവിടെയാ? ഞാൻ കണ്ടില്ലല്ലേ. ബോധമില്ലാതെ കിടന്നുറങ്ങിയല്ലേ. ഇത് എത്ര പവൻ വരും? 10 പവൻ. 10 പവനാ? കൊച്ചമ്മേ മാല കിട്ടി. എന്റെ കർത്താവേ, എന്നെ നീ വീണ്ടും പരീക്ഷിക്കുകയാണോ? ഞാൻ നോക്കാം. എന്താണോ അത്? സർ, പവിത്രനെ കാണാനില്ല. കാണാനില്ല? അയാൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. നോക്കി സർ. എല്ലായിടത്തും നോക്കിയോ? നോക്കി. എന്നൊരു കാര്യം ചെയ്യ്, താൻ അവിടെ ഒന്നുകൂടെ നോക്കി, ഞാനിപ്പോ വരാം. ഓക്കെ സർ. എന്തുവാ സാറേ നോക്കണേ? എടോ, പവിത്രനെ കാണുന്നില്ല. ചിരിക്കുന്ന എന്താണോ? അവിടെ ഉണ്ട്. ആരെ? പവിത്രനോ? വേലക്കാരി അവിടെ ഉണ്ട്. അപ്പൊ ഒറ്റയ്ക്കാ പോയ സാറേ. എന്റെ വണ്ടി കാണാനില്ല. വണ്ടിയോ? ആ, ഞാൻ തുപ്പി തുടച്ച് പോളിഷ് ചെയ്ത് വെച്ച വണ്ടിയാണ്. 2 ഉണ്ട കണ്ണായിട്ട് എന്റെ വണ്ടി കൊണ്ടുപോകണ്ടില്ലടാ. എന്തായി രാജ? സാറേ, അവൻ ആനക്കാരന്റെ ബൈക്കുമായിട്ടാ പോയിട്ടുള്ളത്. നേരെയാണോടാ? സാറേ, എന്റെ വണ്ടി ആരാണ് കണ്ടിട്ട് പോയി.
എന്റെ വണ്ടി കൊണ്ടുവരാലോ, വണ്ടി ഇടിച്ചാ മരിക്കുള്ളൂ. സാറേ ഒരു മിനിറ്റ്. സാറേ അവനെ അഴിച്ചുവിട്ടത് കുഴപ്പമായി പോയോ? അഴിച്ചു വിട്ടത് മനസ്സിലായില്ലേ? അല്ല സാർ, നമ്മൾ കേസ് അന്വേഷണത്തിന് വേണ്ടി അവനെ ഇവിടെ കൊടുന്ന് താമസിപ്പിച്ചത് മണ്ടത്തരമായി പോയെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഹേയ്, നമുക്ക് പഠിക്കേണ്ടത് അവനെ തന്നെ. പക്ഷേ അവൻ പഠിച്ച കള്ളനാ. അവൻ ചാടിപ്പോവാൻ ശ്രമിച്ച സ്ഥിതിക്ക് എന്തൊക്കെയോ ദുരൂഹതയുണ്ട്. സാർ നമ്മുടെ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെ. എത്രയും പെട്ടെന്ന് നമ്മുടെ ടീമിന് വിവരം അറിയിക്കണം. സർ. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, റോഡ്സ്, അങ്ങനെ അവൻ രക്ഷപ്പെടാൻ സാധ്യതയുള്ള മറ്റെല്ലാ മാർഗങ്ങളും ഉടനെ ബ്ലോക്ക് ചെയ്യണം. ഓക്കെ. അതെ, എന്റെ കീ എവിടെ നിന്ന് കിട്ടി? പുത്രന്റെ അണ്ടർവെയറിന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ. ഇതിൽ 500 രൂപ ഉണ്ടായിരുന്നില്ല. അത് ഞാൻ അങ്ങ് എടുത്ത്. എന്നാ പിന്നെ ഈ കളസം കൂടെ എടുത്തോളാം. റീത്തൊക്കെ അങ്ങോട്ട്. റീത്തല്ല, ബൊക്കയാ, ബൊക്കെ. ആ, മാക്കാനും കോക്കാനൊക്കെ ഉണ്ടല്ലോ. നീ എവിടെ പോയതാ? അല്ല, ഇന്നൊരു സന്തോഷത്തിന്റെ ദിവസമല്ലേ? അല്ലാതെ ഈ കുപ്പി എടുക്കാൻ വേണ്ടി അച്ഛൻ്റെ അലമാര തപ്പിയപ്പോഴാ ആ ഞെട്ടിക്കുന്ന സത്യം ഞാൻ അറിഞ്ഞു. എന്ത് സത്യം? അത് ഈ പള്ളിയിലെ മാരേജ് സർട്ടിഫിക്കറ്റ്. ആരുടെ? അല്ലാതെ നമ്മുടെ ഈ ആ വന്നല്ലോ, ഇന്ന് വരെ 30ാം വിവാഹ വാർഷിക. ശരിയാ. കണ്ടോ, സന്തോഷം കണ്ടോ? ഒന്ന് പിടിച്ചളിയാ. നിങ്ങൾ രണ്ടുപേരെ ഈ ഐക്യവും സന്തോഷവും 100 വർഷം നീണ്ടു നിൽക്കട്ടെ. എന്റെ എല്ലാ ആശംസകളും. അത് നടക്കുമെന്ന് തോന്നില്ല. വൈ? ഒരാൾക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും BP എല്ലാ സൂക്കറും ഉണ്ട്. വലിച്ചു നിർത്തി ഒരു 5 കൊല്ലം അല്ലേ കൊച്ചമ്മ? പോടാ അവിടുന്ന്. മാറി ഞാനൊന്ന് വിഷയട്ടെ. മെനി ഹാപ്പി റിപ്പബ്ലിക് ഡേ. മാറി. എന്താ കുഴപ്പമുണ്ടോ? ഈ സുദിനത്തിൽ ഞാൻ നിങ്ങൾക്കായി ഒരു ഗാനോപഹാരം സമർപ്പിക്കുകയാണ്. സവിനയം സഹിച്ചാലും. ഞാനൊരു കാര്യം പറയട്ടെ. ടൗണിൽ 15 സെന്റ് സ്ഥലം, അവിടെ ഒരു കാറ്ററിംഗ് യൂണിറ്റ്, 3 പാർട്ട്നേഴ്സ്, പവിത്രനും അനിരുദ്ധനും ഞാനും. ഈക്വൽ ഇൻവെസ്റ്റ്മെന്റ്സ്. 1 വർഷം, ഒരൊറ്റ വർഷം കൊണ്ട് മുടക്ക് മുതൽ നമുക്ക് തിരിച്ചു പിടിക്കാം. പിന്നെ ദുബായിലും ഖത്തറിലും ബഹറിലും ഒക്കെ നമ്മൾ നമ്മുടെ സാമ്രാജ്യം വളർത്തും. അതെ, പവിത്രന്റെ കൈപുണ്യം ലോകം അറിയട്ടെ. നീ വന്നേ. എടാ, വേറൊന്നുമില്ല, ഇതൊക്കെ ലക്ഷങ്ങളുടെ ഏർപ്പാടാ. എന്റെ എവിടുന്ന കാശ്? ദൈവം രക്ഷപ്പെടാൻ ഒരു വഴി തുറന്നപ്പം നീ തട്ടിക്കളയല്ലേ? ബാങ്കിലൊന്നുമില്ലേ? ഇല്ലടാ, പിന്നെ ഒരു 10-25 പോത്തും 50 താഴെ സ്വർണവും കാണും. ഈ പറമ്പിന് കടമൊന്നുമില്ലല്ലോ? ഇല്ല. ആ, പണയം വെക്കാം. പണയോ? എടാ, എന്റെ 10 സെന്റും പുത്തം വീട് ഞാനങ്ങ് വിൽക്കാൻ തീരുമാനിച്ചു. ഒറ്റ കൊല്ലം കൊണ്ട് നമ്മൾ കോടീശ്വരന്മാരല്ലേ? നീലിമയോടൊന്ന് ചോദിക്കാതെ? ചോദിക്കണം, ചോദിച്ചിട്ട് മതി. പഠിപ്പുള്ള നീലിമയ്ക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. അവര് പറയണതൊക്കെ സത്യാണോ പവിത്രേട്ടാ? ഇടി അനിരുദ്ധനെ എനിക്ക് കുട്ടിക്കാലം തൊട്ടറിയാവുന്നവനാ. നേരുന്നറിയുള്ളവനാ, വിശ്വസിക്കാം. പിന്നെ ജനിക്കാൻ പോകുന്ന ആണായാലും പെണ്ണായാലും അതിന്റെ ഭാവി നമ്മൾ നോക്കണ്ടേ? കൃഷിപ്പണിയൊക്കെ മടുപ്പാ. പവിത്രേട്ടന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്താ ഇത്ര ആലോചിക്കാൻ? വസ്തു പണയം വെക്കേണ്ടി വരും. അത് കാശ് കിട്ടുമ്പോ തിരിച്ചെടുക്കാലോ. വസ്തു രജിസ്റ്റർ ചെയ്ത് മേടിച്ചത് നിങ്ങളോടുള്ള വിശ്വാസക്കുറവുണ്ട് തന്നെയാണ്. കാശ് നിങ്ങൾ കറക്റ്റായി തിരിച്ചു തന്നാൽ വസ്തു കറക്റ്റായി തിരിച്ചു തരും. എന്റെ പോത്തും പോയി, ആഭരണവും പോയി, വീടും പോയി. എടാ, എന്റെ വീടും പോയില്ലേ? എന്റെ പെങ്ങളുടെ എല്ലാം 1 കൊല്ലത്തിനുള്ളിൽ തിരിച്ചു വരും, 3 ഇരട്ടിയായിട്ട് അല്ലേടാ? നമ്മളുടെ പ്ലോട്ട് ഇതാ, 15 സെന്റ്. ഇതാണ് ഹൈവേ. സിറ്റിന്ന് 1 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. നിങ്ങൾ തന്ന തുക ഞാൻ അഡ്വാൻസ് കൊടുത്തു. മറ്റന്നാ രജിസ്ട്രേഷൻ. പക്ഷേ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എന്താ? എന്റെ ക്യാഷ് ഒന്ന് ബ്ലോക്ക് ആയിട്ടിരിക്കുക. ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചു കിട്ടും. അതുവരെ രജിസ്ട്രേഷൻ മാറ്റി വെക്കാൻ പറ്റില്ല, സ്ഥലം പോവും. ഒരു 30 ലക്ഷത്തിന്റെ കുറവുണ്ട്. 30 ലക്ഷോ? ആ, പവിത്രനെ ഒന്ന് സഹായിക്കണം. ഞാനോ? പവിത്രൻ വിചാരിച്ച നടക്കും. പവിത്രന്റെ ഭാര്യ സഹകരണ ബാങ്കിലെ സ്റ്റാഫ് അല്ലേ? അപ്പൊ ഒരാഴ്ച മറിക്കാൻ അവര് വിചാരിച്ച നടക്കും. അല്ല, മതി. ബാങ്കിൽ നിന്ന് വെറുതെ പൈസ തരുമോ? ഈട് കൊടുക്കണം, സ്വർണം കൊടുക്കാം. ഞാൻ പലവട്ടം തിരിമറി നടത്തിയിട്ടുണ്ട് ഇവിടുത്തെ സഹകരണ ബാങ്കിൽ നിന്ന്. പക്ഷേ ആ മാനേജർ സ്ഥലം മാറിപ്പോയി. സ്വർണം പണയം വെച്ചാണെങ്കിൽ വേണമെങ്കിൽ നോക്കാം. പക്ഷേ സ്വർണം ഒറിജിനൽ അല്ല, മുക്ക് വേണ്ട. അയ്യോ, ഏയ് പേടിക്കേണ്ട, ഒരാളും തിരിച്ചറിയില്ല, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അല്ല, പവിത്ര, എനിക്ക് വേണമെങ്കിൽ നിങ്ങളിൽ നിന്ന് ഇത് മറച്ചു വെക്കാം. പക്ഷെ ഞാനത് ചെയ്യില്ല. എന്തായാലും പവിത്ര,
ഇതൊക്കെ ബിസിനസിന്റെ ഭാഗമല്ലേ അല്ലേ? ആ പിന്നെ ഇതൊക്കെ പവിത്രനും കൂടി വേണ്ടിട്ടല്ലേ? അതെ, മുക്കുവണ്ടത്തിന്റെ കാര്യം ഭാര്യ അറിയണ്ട. ഭർത്താവ് വെക്കുന്ന സ്വർണം ഭാര്യ എടുത്ത് ഉരച്ചു നോക്കാനൊന്നും പോകുന്നില്ല. പവിത്ര, ഒറ്റയാഴ്ച, അതിനുള്ളിൽ എല്ലാം ശരിയാവും. വലിയ ആലോചനയിലാണല്ലോ. കിടക്കുന്നില്ലേ? സ്വർണം പണയം വെച്ച് കാശ് തരാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെന്താ പ്രശ്നം? പേടിയായിട്ട് പാടില്ലടി. നിന്നോട് എന്ത് മറച്ചു വെക്കാനാ? സ്വർണ്ണ ഒറിജിനലല്ല, മുക്കുകൊണ്ട. പവിത്രേട്ട എന്തായി പറയുന്നേ? എടി, ഒരാഴ്ചത്തേക്ക് മതി, ഒരാഴ്ചത്തേക്ക്. രജിസ്ട്രേഷൻ നടന്നില്ലെങ്കിൽ കൊടുത്ത അഡ്വാൻസ് വരെ പോവും. വേണ്ട, നമുക്ക് ഈ കച്ചവടം വേണ്ട, കൂട്ടുകെട്ടും വേണ്ട, ഉള്ളതുകൊണ്ടൊക്കെ കഴിഞ്ഞാ മതി. എത്ര കാലം വെച്ചാൽ ഞാൻ ഈ പാടത്തും ചേർന്ന് പണിയെടുത്തിരിക്കണേ. അവരെനിക്ക് വിശ്വാസ, അവർ ചതിക്കില്ല. നമ്മുടെ കുഞ്ഞാണ് സത്യം. ഒരാഴ്ചത്തേക്കൊന്ന് സമ്മതിക്കും. ഇല്ല, ഞാനിതിന് സമ്മതിക്കില്ല. പവിത്രേട്ട ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ലടി. അതെ, രാവിലെ 9 മണിയാകുമ്പോൾ ബാങ്കിലേക്ക് വന്നു. മറ്റ് സ്റ്റാഫുകൾ വരുന്നതിന് മുമ്പ് ഞാൻ പൈസ എടുത്തു തരാം. പക്ഷെ ഒരാഴ്ചക്കകം ഉരുപ്പടി തിരിച്ചെടുക്കണം. അതിന് മുമ്പെങ്ങാണ് ഇൻസ്പെക്ഷൻ വന്നാ ഞാൻ ചത്തുകളയും, പറഞ്ഞേക്കാം. നീ എന്റെ ചക്കര. തെറ്ററിയാതെ സംഭവിക്കാം, ദൈവം പൊറുക്കും. പക്ഷെ ഇതറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റ ദൈവം പൊറുക്കൂല. ഈശ്വരനെല്ലാം അറിയാം. നിങ്ങൾ കേട്ടെ, നീ വരണമെന്നില്ല, ഞാൻ ഈ കാശെത്തിച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കാം. പെങ്ങളെ, ഒരാഴ്ചക്കുള്ളിൽ ഞാൻ വരും ഈ കാശുമായിട്ട്. വരട്ടെ? ലേഡി, കുറച്ച് പുഴമീൻ കിട്ടിയിട്ടുണ്ട്. കുടമ്പിളിട്ട് വറ്റിച്ചു വെക്കേ, ഞാൻ ഒന്ന് കുളിച്ചിട്ടാ. പവിത്രേട്ടാ, ഒരാഴ്ച കഴിഞ്ഞു. പണ്ടെടുത്തില്ലെങ്കിൽ പ്രശ്നമാവും. ഈ ആഴ്ച ഇൻസ്പെക്ഷന് സാധ്യതയുണ്ടെന്നാ പറഞ്ഞത്. ഞാൻ ഇന്നും വിളിച്ചിരുന്നു. അനുരതന്റെ ഫോൺ ഓഫാ. സൂര്യൻ സാറിന്റെ നമ്പറാണ്, എനിക്ക് അറിയൂല. നാളെ നേരിട്ട് പോയിട്ട് കാശ് പിടിച്ചിട്ടില്ല. ഞാൻ വിളിച്ചിട്ട്. നീ എന്താ ഫോൺ എടുക്കാത്ത? എടാ, ഫോൺ ഞാൻ മനഃപൂർവ്വം ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. നിന്നോട് എന്താ മറുപടി പറയണ്ടെന്ന് അറിയാതെ. 2-3 ആഴ്ച പിടിച്ചു തന്നേ പറ്റൂ. സൂര്യൻ സാറ് ദുബായിലാ. അവിടെയും എന്തൊക്കെയോ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കാശുമായിട്ട് വരുമെന്നാ പറഞ്ഞിട്ടുള്ളൂ. എടാ, ഒരാഴ്ച എന്നല്ലേ നിങ്ങൾ പറഞ്ഞിരുന്ന? നീ പറയുന്നത് കേട്ടതൊന്നും നിന്നെ ഞങ്ങൾ മനഃപൂർവ്വം പറഞ്ഞ് പറ്റിച്ചതാണെന്ന്. അതെ, ഡിസ്ട്രിക്ട് ബാങ്കിന്ന് വിളിച്ചിരുന്നു. ഇൻസ്പെക്ഷൻ ആള് പുറപ്പെട്ടിട്ടുണ്ടെന്ന്. അവള് വിളിക്കണോ? നീ ഫോൺ എടുത്ത് വിവരം പറ. ഞാൻ എന്ത് പറയാനാ? അവൾ ആകെ പേടിച്ചിരിക്കുക. എന്തായാലും കാശ് കിട്ടിയിട്ടേ ഞാൻ പോവും. അതെ, എനിക്ക് വല്ലാത്ത തലവേദന. ഞാൻ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടാ. ആ കൗണ്ടർ ഒന്ന് നോക്കിയേക്കണേ. ശരി, നോക്കിയോളൂ. അതെ, ഇത് പ്രശ്നമാണല്ലോ. പണയ നമ്പർ എത്രയാ? 4110 പവിത്ര. നീലിമ ആരാ? നീലിമ സുഖമില്ലെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി സാർ. പെങ്ങളെ, അനിരുദ്ധന, പവിത്രൻ എൻ്റെ അടുത്തുണ്ട്. 1 മാസം കഴിയാതെ പണ്ടം എടുക്കാൻ കഴിയില്ല. പെങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. ഇത്രേ ഉള്ളു കാര്യം. കാഷ്യർ നീലിമയാണ് പണയ ഉരുപ്പടികൾ എടുത്തിരിക്കുന്നത്. പണയം വെച്ചത് ഭർത്താവ് പവിത്രനും. ബാങ്കിൽ മറ്റ് സ്റ്റാഫുകൾ വരുന്നതിന് മുമ്പാണ് ഈ തിരിമറി നടന്നിരിക്കുന്നത്. അതുകൊണ്ട് നീലിമയ്ക്കെതിരെ കേസെടുക്കേണ്ടി വരും, അറസ്റ്റും.
അല്ല പൗത്രൻ അവിടെ? പവിത്രൻ മോനെ പവിത്ര, വയറ്റിലൊരു കുരുന്ന് ജീവനെങ്കിലും എടുത്തോണ്ടാണല്ലോടാ അവള് പോയത്. അന്നെന്നോട് യാത്ര പറഞ്ഞു പോയത് അവനെ ചതിച്ചവരുടെ അടുത്തേക്കാ. പിന്നെ ഞാൻ അറിഞ്ഞത് അവൻ മോഷണ കേസിലെ പ്രതിയായിരുന്നു. സാറുമാരെ, അവൻ പരോളിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവന്റെ ലക്ഷ്യം അനിരുദ്ധനും സൂര്യനുമാ. അവനെ കൊണ്ട് കൊലപാതകം ചെയ്യിക്കല്ലേ. ഇനിയും ജയിലിൽ കിടന്ന് നരയിക്കേണ്ടതല്ല അവന്റെ ജീവിതം.